എല്ലാവർക്കും നമസ്കാരം. ദേശകാലാതീതമായ ഗീതാരഹസ്യം 14-ാം എപ്പിസോഡ്. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരം വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരം വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഭഗവാനോട് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമെന്ത് എന്ന് അർജുനൻ ചോദിച്ചു. 54-ാമത്തെ പദ്യം, 2-ാം അധ്യായം, സാഖ്യയോഗം. അതിന് ഭഗവാൻ സയുക്തികമായ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. 61-ാമത്തെ ഈ പദ്യത്തിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുമാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ 5-ഉം കർമ്മേന്ദ്രിയങ്ങൾ 5-ഉം മനസ്സും ചേർന്ന് 11 ഇന്ദ്രിയങ്ങൾ. ഈ ഇന്ദ്രിയങ്ങളെ നിരോധിക്കുക, നിയന്ത്രിക്കുക എന്നർത്ഥം. നിരോധിക്കാൻ സാധ്യമല്ല, നിയന്ത്രിക്കുകയാണ്, അടക്കുകയാണ്, ഒതുക്കുകയാണ്, പറഞ്ഞാൽ അനുസരിക്കുന്ന പാകത്തിലാക്കുകയാണ്. സർവ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് എന്നിൽ തന്നെ ഈശ്വരങ്കിൽ തന്നെ, പരംപുരുഷോത്തമനായ ഈശ്വരനിൽ തന്നെ മനസ്സിനെ, ഈ 11-ാമത്തെ ഇന്ദ്രിയമായ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണം. മറ്റ് 10 ഇന്ദ്രിയങ്ങളിലേക്കും വ്യാപിച്ചു നിൽക്കുന്ന മനസ്സിനെ ഈ 10 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചു വെച്ച് കഴിഞ്ഞാൽ മനസ്സ് സ്വതന്ത്രമാണ്. കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ഒതുക്കി വച്ചാൽ, നിയന്ത്രിച്ചാൽ മനസ്സ് സ്വതന്ത്രമാണ്. ഈ 10 ഇന്ദ്രിയങ്ങളും കൂടെ ചേർന്നാണ് മനസ്സിന് ഹാലിളക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് എന്നിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചു നിർത്തണം. അങ്ങനെ ഉറപ്പിച്ചു നിർത്തിയാൽ, ദൃഢചിത്തതയുണ്ടായാൽ, ദൃഢമനസ്സുണ്ടായാൽ ബുദ്ധിയും സ്ഥിരമായി തീരും. കർമാനുസാരണിയായിരിക്കുന്ന ബുദ്ധി സ്ഥിരമായി മാറും. ഇളക്കങ്ങളില്ലാതെ ഒരൊറ്റ അംശത്തിൽ മാത്രം ഉറപ്പിച്ച് നിർത്താൻ കഴിയും. ബുദ്ധി സ്ഥിരമായി തീരും. ആ സ്ഥിരമായി തീരുമ്പോഴോ അത് കർമ്മത്തെയാണ് സ്വാധീനിക്കുക. ആ കർമ്മത്തെ അങ്ങനെ സ്വാധീനിച്ചുകൊണ്ട് നിലനിൽക്കുമ്പോഴാണ് അജരേണ കുറേ കാലമാകുമ്പോൾ മോക്ഷത്തിന് അവകാശമായി തീരുക. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോ അഭിജായതേ ക്രോധാൽ ഭവതി സമ്മോഹഃ സമ്മോഹാൽ സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. സംഗം, കാമം, ക്രോധം, സമ്മോഹം, സ്മൃതിവിഭ്രമം, ബുദ്ധിനാശം, വിനാശം. 7 വാക്കുകളെയാണ് ഭഗവാൻ എടുത്തു പറയുന്നത്. സംഘം, കാമം, ക്രോധം, സമ്മോഹം, സ്മൃതിവിഭ്രമം, ബുദ്ധിനാശം, വിനാശം. ഈ 7 വാക്കുകളെ വളരെ യുക്തിപൂർവം ഘടിപ്പിച്ചുകൊണ്ടാണ്, സംഘടിപ്പിച്ചു വച്ചാണ് ഭഗവാൻ മരണത്തെ വ്യാഖ്യാനിക്കുന്നത്. സ്ഥിതപ്രജ്ഞനായാലും വിഷയസംഘങ്ങൾ വന്നുപോയാൽ, വിഷയവുമായുള്ള ബന്ധം, സംഘം വന്നുപോയാൽ എന്താണ് സംഭവിക്കുക? ആസക്തി വർദ്ധിക്കും. അപ്പം നിരാസക്തമായ അവസ്ഥ ഉണ്ടാകാതെ
ആസക്തമായ ഒരവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. താല്പര്യം കൂടുതൽ ഉണ്ടാവുക എന്ന് അത് കാമത്തിന് കാരണമാണ്, ആഗ്രഹങ്ങൾക്ക് കാരണമാണ്. ആസക്തി വർദ്ധിക്കുമ്പോൾ ആഗ്രഹമായിട്ടത് മാറുകയാണ്. പിന്നെ അത് ശമിപ്പിക്കാനുള്ള വഴി തേടുകയാണ് മനുഷ്യൻ. എങ്ങനെ എൻ്റെ ആഗ്രഹം സഫലമാക്കാൻ സാധ്യമാണ്, സാക്ഷാത്കരിക്കാൻ സാധ്യമാണ്, ഫലപൂർണ്ണമാക്കാൻ സാധ്യമാണ്, ഇത് അന്വേഷണമാണ്. അപ്പോൾ കാമം വർദ്ധിപ്പിച്ചാൽ, വിഷയഭോഗങ്ങൾ വന്നു പോയാൽ, അത് സ്ഥിതപ്രജ്ഞനായാൽ പോലും, അത് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന അവസ്ഥയിൽ ഒരാൾ എത്തിയാൽ പോലും അയാളിൽ വിഷയസംഘങ്ങൾ എങ്ങനെയെങ്കിലും കടന്നുകൂടിയാൽ ആസക്തി വർദ്ധിക്കുക, ആസക്തി കാമത്തിന് കാരണമാവുക, അത് നശിപ്പിക്കാൻ വഴി തേടുക, ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിക്കും. അങ്ങനെ ആ വഴി കിട്ടിയില്ലെങ്കിലോ, ആ ആഗ്രഹം സാധിച്ചില്ലെങ്കിലോ പിന്നെ വരുന്നത് ക്രോധമാണ്. അത് സമ്മോഹങ്ങളെ ഉണ്ടാക്കും. അതാകട്ടെ സ്മൃതി വിഭ്രമങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അത് ഒടുവിൽ അത് ബുദ്ധിനാശത്തിലേക്കും സർവനാശത്തിലേക്കും എത്തിച്ചേരുകയുമാണ്. സമൂഹം എന്നത് കാര്യാകാര്യ വിവേകത്തെയാണ് പറയുന്നത്. കാര്യം അകാര്യം ഇത് വേർതിരിച്ചറിയാനുള്ള കഴിവ്, അത് സമൂഹം. കാര്യാകാര്യ വിവേകമാണ്. മനുഷ്യൻ സാധാരണ ധരിക്കുന്നത്, ഒരു സാധാരണഗതിയിലുള്ള ഒരു ബോധ്യം, ദേഹേന്ദ്രിയാദികളാണ് ആത്മാവ്, വേറൊന്നുമില്ല. ദേഹേന്ദ്രിയങ്ങളാണ് ആത്മാവായിട്ട് നിൽക്കുന്നത്, മറ്റൊന്നും കാര്യമല്ല എന്നാണ്. എന്നാൽ അഹംഭാവം കൊണ്ട് തോന്നുന്നതാണ് അങ്ങനെയുള്ള ഒരു ബോധ്യം. ആ ബോധ്യം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ദേഹേന്ദ്രിയങ്ങളാണ്, ദേഹവും ഇന്ദ്രിയങ്ങളുമാണ് എൻ്റെ ആത്മാവ്. കാരണം ദേഹം പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ദേഹത്തിൽ അകത്തിരിക്കുന്ന ഇന്ദ്രിയങ്ങളാണല്ലോ പ്രചോദിപ്പിക്കുന്നത്. ദേഹത്തെ കൊണ്ട് ഇന്ദ്രിയങ്ങൾ ചെയ്യിക്കുന്നു. അപ്പോൾ അതാണ് ആത്മാവെന്ന് പറയും. അത് അഹംഭാവം, ഞാനെന്ന ബോധം നിൽക്കുന്നതുകൊണ്ട്, അഹംബോധം, അഹത്തെക്കുറിച്ചുള്ള ബോധം കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നിടത്താണ് ഈ അഹംഭാവം ഉണ്ടാവുന്നത്. അപ്പോൾ അഹംഭാവം കൊണ്ട് തോന്നുന്നതാണ് അത്. വിദ്വാനായാലും എത്രമേൽ പഠിച്ച ആളായാലും ശരി, കാമം മൂലം ക്രോധം വരും. പിന്നെ ക്രോധം മൂലം ഈ സമ്മോഹം ഉണ്ടാകും. അത് മാറ്റിയെടുത്താൽ മാത്രമേ അർജുന പ്രകൃത കർമ്മം അനുഷ്ഠിക്കാൻ നിനക്ക് പ്രാപ്തി ഉണ്ടാവും. പ്രകൃതകർമ്മ യുദ്ധമാണ്, അതനുഷ്ഠിക്കാൻ നിനക്ക് പ്രാപ്തി ഉണ്ടാകും. ക്ഷാത്രധർമ്മം അനുഷ്ഠിക്കാനുള്ള പ്രാപ്തി നിനക്ക് ലഭിക്കും. ആ രീതിയിൽ പ്രവർത്തിച്ചാൽ, ആ പ്രാപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ദുഃഖ നിവൃത്തി, ഇപ്പോൾ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഃഖത്തിന് ശമനം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സ്ഥിതപ്രജ്ഞനായാൽ ഒരാൾ നേടേണ്ട ഒരു യോഗ്യത സ്ഥിതപ്രജ്ഞത്വമാണ്. ആ പ്രജ്ഞത്വം നേടിക്കഴിഞ്ഞാലും അയാളിൽ ഏതെങ്കിലും വിഷയങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന അവസ്ഥ ഉണ്ടായിപ്പോയാൽ പിന്നെ രക്ഷയില്ല. അത് മാറ്റിയെടുക്കാൻ നന്നേ പ്രയാസമാണ്. അതുകൊണ്ട് അതുണ്ടാവരുത്. വിഷയസംഘങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ചിത്തവൃത്തി നിരോധം അവിടെ സാധ്യമാക്കിക്കൊണ്ടാണ് ഈ യോഗ്യത നേടേണ്ടത്. പ്രസാദേ സർവദുഃഖാനാം ഹായരസ്യോ ഉപജായതേ പ്രസന്ന ചേതസോഹി ആശു ബുദ്ധി പര്യവതിഷ്ഠതി. ബുദ്ധി പര്യവതിഷ്ഠതേ. പ്രസാദേ സർവദുഃഖാനാം ഹാനി അസ്യ ഉപജായതേ പ്രസന്ന ചേതോഹി ആശു ബുദ്ധി അവതിഷ്ഠതേ. പര്യവതിഷ്ഠതേ. ചിത്തം പ്രസന്നമാകുമ്പോൾ, ചേതതി ഇത് ചിത്തം എന്ന് മുമ്പ് ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചിത്തം പ്രസന്നമാകുമ്പോൾ സർവദുഃഖങ്ങളും ഇല്ലാതാകും. ചിത്തത്തെ പ്രസാദിപ്പിക്കുകയാണ് വേണ്ടത്. പ്രജ്ഞ പ്രബുദ്ധമായി തീരും. ബ്രഹ്മത്തിൽ ചിത്തം ഉറച്ചു നിൽക്കുകയും ചെയ്യും. ബ്രഹ്മ സാക്ഷാത്കാരമാണ് പരമമായ ലക്ഷ്യം. ഈ ബോധ്യമാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഉണ്ടാകേണ്ടത്. എങ്കിലും അതുണ്ടാകുന്നില്ല. ഉണ്ടാകേണ്ടതാണെങ്കിലും അങ്ങനെ ഉണ്ടാകുന്നില്ല. ചിത്തം പ്രസന്നമാകുന്നതിന് വിഷയലാഭം മതിയെന്നാണ്, ഏതെങ്കിലും കാര്യസാധ്യം ഉണ്ടായാൽ മതിയെന്നാണ് സാധാരണക്കാരെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത്.
കാര്യസാധ്യം ഉണ്ടെങ്കിൽ ചിത്തം അങ്ങനെയല്ല. അപ്പോൾ വിഷയലാഭം മതി എന്ന് വിചാരിച്ചാൽ അത് തകരാറാണ്. വിഷയബോധം അല്ലെങ്കിൽ വിഷയബന്ധം കൂടുതൽ ദുഃഖത്തിലേക്ക് തള്ളിവിടുകയുള്ളൂ. ഓരോ വിഷയങ്ങളുള്ള ബന്ധം സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ സാക്ഷാത്കാരം, സഫലീകരണം അതിന് ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ടി വരും. കൂടുതൽ കൂടുതൽ ദുഃഖം. അതാണ് പൂന്താനം പറഞ്ഞത്, 10 കിട്ടുമെങ്കിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യമെന്നതും ഇങ്ങനെ പോവുകയാണ്. അതാണ് വിഷയബന്ധങ്ങൾ അങ്ങനെ മനുഷ്യനെ പിടിച്ച് വലിക്കുകയാണ്, പല രീതിയിൽ വലിക്കുകയാണ്. ഭൗതികതയിലേക്ക്, കൂടുതൽ ലൗകികതയിലേക്ക്, കൂടുതൽ സുഖാസക്തിയിലേക്ക് പിടിച്ചു വലിക്കുകയാണ്. പ്രയോഗമാർഗത്തിലേക്കാണ് അവൻ്റെ സഞ്ചാരം, ശ്രയോമാർഗത്തിലേക്കല്ല എന്നർത്ഥം. നാസ്തി ബുദ്ധിരയുക്തസ്യ നജായുക്തസ്യ ഭാവന നജാഭാവയത ശാന്തി അശാന്തസ്യ കുതഃ സുഖം. നാസ്തി ബുദ്ധി അയുക്തസ്യ നച അയുക്തസ്യ ഭാവന നച അഭാവയതഃ ശാന്തി അശാന്തസ്യ കുതഃ സുഖം. അശാന്തസ്യ കുതഃ സുഖം. ഇത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പദാനുപത തർജ്ജമ നടത്തുമ്പോൾ അശാന്തൻ എവിടെ സുഖം എന്ന് അദ്ദേഹം പറഞ്ഞു. എത്ര അനായാസമായ തർജ്ജമയാണ് തമ്പുരാൻ നടത്തിയത്. നാസ്തി ബുദ്ധി അയുക്തസ്യ നച അയുക്തസ്യ ഭാവന നച അഭാവയതഃ ശാന്തി അശാന്തസ്യ കുതഃ സുഖം. അശാന്തൻ എവിടെയാണ് സുഖം? അപ്പോൾ ശാന്തത കൈവരിച്ചാൽ സുഖം കിട്ടും എന്നാണ് വ്യംഗ്യം. അശാന്തസ്യ കുതഃ സുഖം. അശാന്തൻ എവിടെയാണ്? ശാന്തി ഇല്ലാത്തവർ എവിടെയാണ് സുഖം കിട്ടുക? അപ്പോൾ സുഖം കിട്ടാൻ ശാന്തി ഉണ്ടായാൽ മതി. ആ ശാന്തി എങ്ങനെ വരുത്താം എന്നുള്ളതാണ് അന്വേഷണം. അശാന്ത ചിത്തത്തിന് ഒരു വിധത്തിലും സുഖമുണ്ടാവാൻ വയ്യ. അതാണ് അശാന്തൻ്റെ എവിടെ സുഖം എന്ന് പറഞ്ഞത്. മനനവും നിധിധ്യാസനവും ശീലിച്ച് സമ്യക് ജ്ഞാനം നേടാതെ, യഥാർത്ഥ ജ്ഞാനം നേടാതെ മുക്തി പ്രാപിക്കാനാവില്ല. ഓരോരോ കാര്യങ്ങളാലും കാരണങ്ങളാലും കാരണപ്രതികരണങ്ങളാലും ഒക്കെ സദാ കലുഷമാണ് മനുഷ്യൻ്റെ ഈ ബോധം. എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോഴും എവിടെ നിന്നറിയുന്നില്ല, പുതിയവ നേരെ മുന്നിൽ വരും, അതുമായിട്ട് ബന്ധപ്പെടും, അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തും. ക്ഷോഭിതമായ മനോബുദ്ധ്യാദി ഇന്ദ്രിയങ്ങൾ പ്രശാന്തമായി ആത്മാവിൽ വിലയിക്കാതെ പറ്റില്ല ഇതിനെ നിയന്ത്രിക്കാൻ. ശാന്തി എന്നതുകൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്? ശാന്തി എന്താണ് ഉണ്ടാകുന്നത്? ശാന്തി, ഒരാൾ ശാന്തിക്ക് വേണ്ടി ശ്രമിക്കുന്നു. ശാന്തിയും സമാധാനവും എന്ന് പറയും. ശാന്തി എന്താ? സമാധാനമല്ല. ആളുകൾ പറയും എനിക്കൊരു സമാധാനവും ഇല്ല എന്ന് പറയും. സമാധാനം എന്ന് പറഞ്ഞാൽ സമത്തെ ആധാനം ചെയ്യും, ഇക്വാളിറ്റിയാണ്, സമത്വമാണത്. തുല്യതയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവിടെ ഉപയോഗിക്കേണ്ട വാക്ക് എന്താ? എനിക്ക് സമാധാനമില്ല എന്നുള്ളതാണ്. അതാരും പറയുന്നില്ല സമാധാനം. ഒരുവന് അശാന്തി എന്തുകൊണ്ടുണ്ടാകും എന്നാണ് നമ്മളിപ്പോൾ ചോദിച്ചത്. അതാണ് എന്തുകൊണ്ടാണ് ഒരാൾക്ക് അശാന്തി ഉണ്ടാകുന്നത്? നാനാതരം വിഷയഭോഗങ്ങളോട് ആഭിമുഖ്യം വളരുകയും അത് പലപ്പോഴും അനുഭവിക്കാൻ ആവാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അശാന്തി ഉണ്ടാകുന്നത്. അല്ല അശാന്തി ഉണ്ടാവില്ല. എങ്ങനെയത്? ഒരുപാട് വിഷയങ്ങളുമായിട്ട്, ധാരാളം വിഷയങ്ങളുമായിട്ട്, വിഷയഭോഗങ്ങളുമായിട്ട് ആഭിമുഖ്യം നമുക്ക് വളരും, ധാരാളമായി ഉണ്ടാകും. അത് പലപ്പോഴും അനുഭവിക്കാനാവാതിരിക്കുകയും ചെയ്യും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് അശാന്തി ഉണ്ടാവുന്നത്. അതുകൊണ്ട് വിഷയബന്ധം വിച്ഛേദിക്കണം. ലൗകികമായ വിഷയങ്ങളോടുള്ള ആസക്തി നഷ്ടപ്പെട്ട് വിഷയനിരാസക്തമായ ഒരവസ്ഥ ജനിക്കണം. അങ്ങനെ ജനിക്കുമ്പോൾ മാത്രമേ സമ്യക് ജ്ഞാനം നേടാൻ കഴിയൂ. ആ സമ്യക് ജ്ഞാനം നേടാൻ കഴിഞ്ഞാലേ ഇപ്പറയുന്ന ഈ ശമാവസ്ഥ ഉണ്ടാവുകയും ഉള്ളൂ. എത്ര വിഷമമാണ് ഒന്ന് ജീവിച്ചു പോകാൻ. ഭഗവാൻ അർജുനനോട് പറയുന്ന വാക്കുകളാണ്. ശരി, അത് സമ്മതിക്കുന്നു.
പക്ഷേ ഭഗവത് വാണി ഒരു പ്രായോഗിക ജീവിത സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യനെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കുന്നു എന്നുള്ളത് ഒന്ന് പരിശീലിച്ച് നോക്കുമ്പോഴേ അറിയും. ഗുണകരമായ മാറ്റം, അല്ലെങ്കിൽ സുഖകരമായ മാറ്റം, അല്ലെങ്കിൽ സമാധാനപ്രദമായ ജീവിതത്തിന് ആവശ്യമായ നിലയിലുള്ള ഒരു മാറ്റം വേണമെങ്കിൽ ഈ ഭഗവത് വാണികളെ അക്ഷരം പ്രതി ശിരസാവഹിച്ച് അനുഷ്ഠിക്കേണ്ടതുണ്ട്, ആചരിക്കേണ്ടതുണ്ട്. ഇത് സാധാരണ ജീവിച്ചു പോകുന്നതിന് ഇത് ആവശ്യമല്ലെന്നാണല്ലോ നമ്മൾ കരുതുക. ഒന്ന് ജീവിച്ച് മരിക്കുന്നതിന് ഇപ്പം ഇങ്ങനെയും കാര്യങ്ങൾ പഠിക്കണോ എന്നാണ്. ഒരു വസ്തുതയുടെ താത്വികമായ നിലപാടിലൂടെ കടന്നു പോകുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ ശരിയിലേക്ക് നമ്മൾ എത്തുന്നത്. ആ ശരി ആണ് പ്രധാനമായ കാര്യം. 4 3 7 എന്ന് കൂട്ടിയാൽ ആര് കൂട്ടിയാലും എവിടെ കൂട്ടിയാലും എപ്പോൾ കൂട്ടിയാലും വരണമല്ലോ. അവിതർക്കിതമായ അവിവാദിതമായ ശരികൾ, ഈ ശരികളാണ് ജീവിതത്തെ പരമാവസ്ഥയിലെത്തിക്കുക. അതുകൊണ്ടാണ് അത് വേണം എന്ന് പറയുന്നത്. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോ അനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവം ഇവാംഭസി. ഇന്ദ്രിയാണാം ഹി ചരതാം യതെന്നാണ് എന്ന് പറയും. യത് മനോ അനുവിധീയതേ, മനഃ അനുവിധീയതേ, മനോ അനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവം ഇവ അംഭസി. അതായത് വിദ്വാനായാൽ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നയാൾ വിദ്വാൻ, നമ്മൾ പറയുമല്ലോ മഹാവിദ്വാൻ എന്നൊക്കെ പറയുമല്ലോ. വിദ്വാനായാൽ പോലും മനോനിയന്ത്രണം അത്ര എളുപ്പമല്ല. മഹാപണ്ഡിതന്മാർ പോലും കോപിക്കുന്നത് കണ്ടിട്ടില്ലേ? അസാധ്യമായി കോപിക്കുക അല്ലേ? സന്യാസിമാർ കോപിക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മൾ ദുർവാസാവനെ മാത്രമേ കോപത്തിൽ ഇതിൻ്റെ മൂർത്തിയായിട്ട് കണ്ടിട്ടുള്ളൂ എങ്കിൽ എല്ലാവർക്കും ഉണ്ട് ഈ കോപം. ക്രോധം എന്ന് പറയുന്നതിനെ ജയിക്കാൻ വലിയ വിഷമമാണ്. കാമത്തെ ജയിച്ചാലും ഈ ക്രോധത്തെ ഒന്ന് ജയിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി വിഷമം തന്നെയാണ്. അപ്പോൾ കോപം അല്ലെങ്കിൽ ക്രോധം, വിദ്വാനായാൽ പോലും മനോനിയന്ത്രണം, മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് എളുപ്പമല്ല. കാരണം എന്താ? മനസ്സ് ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റേന്ദ്രിയങ്ങളോടാണ്. കർമ്മേന്ദ്രിയങ്ങളോടും ജ്ഞാനേന്ദ്രിയങ്ങളോടുമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എപ്പോഴും ബന്ധമാണ്. അപ്പോൾ ആ ബന്ധം വരുന്നത് കൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിനെ അത്ര പെട്ടെന്ന് നിയന്ത്രിച്ച് വയ്ക്കാൻ ആർക്കും കഴിയാറില്ല. മറ്റിന്ദ്രിയങ്ങളോടൊപ്പം മനസ്സും പ്രചലിതമാവുക എന്നതാണ് സാധാരണ അനുഭവം. മനസ്സ് പ്രവർത്തിക്കുമ്പോൾ മറ്റിന്ദ്രിയങ്ങളും പ്രവർത്തിക്കും, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മനസ്സും പ്രവർത്തിക്കുക. മനസ്സശ്ച ഇന്ദ്രിയാണാം ച ഐകാഗ്ര്യം പരമം തപഃ എന്ന് വെറുതെ പറയുന്നതല്ല. ഇന്ദ്രിയങ്ങളെ അല്പം മാറ്റിവെച്ചിട്ട് തന്നെ, ഇന്ദ്രിയങ്ങളെ കർശനമായി നിയന്ത്രിച്ചുകൊണ്ട് തന്നെ മനസ്സിനെ സ്വതന്ത്രമാക്കി വിടാൻ സാധിച്ചാൽ മാത്രമേ ഗുണമുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാറ്റ് നാവം തോണിയെ ലക്ഷ്യം തെറ്റിച്ച് കൊണ്ടുപോകുന്നത് പോലെ വെള്ളത്തിൽ കിടക്കുന്ന സമുദ്രത്തിലോ വലിയ നദികളിലോ ഒക്കെ ഈ വള്ളം കിടക്കുക. ഈ വള്ളം കിടന്നാൽ എവിടെ നിന്നോ കാറ്റ് വരും. കാറ്റിന് എവിടെയാണ് ശക്തി, ഏത് ദിശയിലേക്കാണ് ശക്തി, അതനുസരിച്ച് ആ തോണി നീങ്ങിപ്പോകും. നങ്കൂരമിട്ടില്ലെങ്കിൽ, അത് ഉറപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ ഈ കാറ്റിനനുസരിച്ച് തന്നെ തോണി നീങ്ങിക്കൊണ്ടിരിക്കും. എങ്ങോട്ടാ പോകും കാറ്റ്, അങ്ങോട്ട് പോകും. ഒരു ലക്ഷ്യമില്ല. നിർലക്ഷ്യമായ സഞ്ചാരം തോണിക്ക് ഉണ്ടാകുന്നത് ശക്തമായ കാറ്റ് ദിശ തെറ്റി വരികയോ നിയന്ത്രണമില്ലാതെ വരികയോ എങ്ങോട്ടാണോ വരുന്നത് അനുസരിച്ചാണ്. അപ്പോൾ നിയന്ത്രിക്കുന്നത് കാറ്റാണ്, തോണിയല്ല. തോണിക്ക് പോകാൻ മനസ്സില്ലെങ്കിലും കാറ്റ് അങ്ങോട്ട് അടിക്കുകയാണ്, അങ്ങോട്ടേക്ക് തോണി പോവും.
അപ്പോൾ എങ്ങനെയാണോ തോണിക്ക് കാറ്റ് ലക്ഷ്യം തെറ്റിച്ച് കൊണ്ടുപോകുന്നതിനിടയാക്കുന്നത്, അതുപോലെ മനസ്സ് ബ്രഹ്മാനന്ദ അനുഭവത്തിൽ നിന്ന് അകന്നു പോകും. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം എന്ന് പറയുമല്ലോ. അതിനാൽ ഇന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിച്ച് ബ്രഹ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് സാരം. ബ്രഹ്മത്തിൻ്റെ അടുത്ത് ഒരു കുറ്റി അടിച്ച് ആ കുറ്റിയിലേക്ക് മനസ്സിനെ പിടിച്ചു കെട്ടണം. അത് കഴിയുമോ? കഴിഞ്ഞാലേ ഗുണമുള്ളൂ. യാനിശ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനേഹേ. സർവഭൂതങ്ങളുടെയും നിശാകാലം, രാത്രികാലം സംയമിയെ സംബന്ധിച്ചിടത്തോളം, അടക്കി വയ്ക്കാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത അവസ്ഥയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും രാത്രി എന്ന് പറയുന്നത് ജാഗ്രത അവസ്ഥയല്ല, സുപ്താവസ്ഥയാണ്. അപ്പോൾ സർവ ജീവജാലങ്ങളുടെയും സർവഭൂതങ്ങളുടെയും നിശാകാലം, രാത്രികാലം സംയമിയെ സംബന്ധിച്ചിടത്തോളം യഥാ സംഹരതേജായം കൂർമ്മോ അംഗാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത, നമ്മൾ നേരത്തെ കണ്ട പദ്യമാണ്. അപ്പോൾ സംയമിക്ക് നിശാകാലം ഒരിക്കലും ഒരു സുപ്താവസ്ഥയല്ല, ജാഗ്രത അവസ്ഥയാണ്, ഉണർന്നിരിക്കുന്ന അവസ്ഥയാണെന്നർത്ഥം. ഈ നിശാകാലം സംയമിയെ സംബന്ധിച്ചിടത്തോളം, നിയന്ത്രിച്ചു വച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, സംയമനം സാധ്യമാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിദ്യയെ തോൽപ്പിച്ച് വിദ്യയെ പ്രാപിക്കാനുള്ളതാണ്. അതാണ് നിശാകാലം. എല്ലാവരും പറയും ഇത്ര മണിക്കൂർ ഉറങ്ങണം എന്നൊക്കെ പറയും. ചില ആളുകൾ അത്രയൊന്നും ഉറങ്ങാതെ വർഷങ്ങളായിട്ട് ഇരിക്കുമല്ലോ. 2.5-3 മണിക്കൂർ കൂടെ ഉറങ്ങേണ്ട ആവശ്യമില്ലാത്ത ആളുകളെ ധാരാളമായി അറിയാം, ഈ ഉള്ളവനടക്കം. പകൽ ഉറങ്ങാതിരിക്കുക, രാത്രിയിൽ അല്പസമയം മാത്രം ഉറങ്ങുക, അത് ആരോഗ്യത്തെ ഒരിക്കലും ബാധിക്കാതിരിക്കുക വർഷങ്ങളായിട്ട് ധാരാളം ആളുകളെ എനിക്കറിയാം, ഞാനടക്കം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും സംയമിയെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത അവസ്ഥയായിരിക്കുന്ന നിശാകാലത്തെ സംയമി എങ്ങനെ കൈകാര്യം ചെയ്യും? ധാരണ, ധ്യാനം, സമാധി, ഇതെല്ലാം ഒരേ സമയത്ത് സാധ്യമാകണമെങ്കിൽ ഈ നിശാകാലത്തെ ജാഗ്രത അവസ്ഥയായി കൊണ്ടു നടക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകണം. കഴിഞ്ഞാൽ ധാരണ ഉണ്ടാകുക, ധാരേതി ധാരണ, ധരിക്കുകയാണ്. ധരിക്കുക, ബോധത്തിലേക്ക് ഈ ബ്രഹ്മ സാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട അവസ്ഥയെ നിലനിർത്തുക. ധാരണ. ധ്യാനം, ധീയാനം, ബുദ്ധിയിലൂടെയുള്ളൊരു യാത്രയാണ് ധ്യാനം. കസ്തൂരി തിലകം ലലാടഫലകെ വക്ഷസ്ഥടേ കൗസ്തുഭം എന്ന് പറയുമ്പോൾ, നമുക്ക് വാക്കിൽ പറയുമ്പോൾ ഉള്ളിൽ കാണാൻ കഴിയുമല്ലോ, കാണാൻ കഴിയും. പരപുരുഷോത്തമനായ വിഷ്ണു ഭഗവാന്റെ മാറിടത്തിലെ അടയാളവും കസ്തൂരി തിലകവും ഒക്കെ, കസ്തൂരി ലലാടേ വക്ഷസ്ഥടേ കൗസ്തുഭം എന്ന് പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ കേളിയിലോല മുദാരനാഥ മുരളി നാളീ നിലിനാധരൻ ധൂളി ധൂം അളകന്ത കുന്തള ഭരവ്യാസകി വിഞ്ചാഞ്ചലം നാളീ ആയുധലോചനം നവഖന ശ്യാമം കൊട കിങ്കിണി പാളീ ദന്തുര പിങ്കളാംബരധരം ഗോപാലബാലം ഭജേ. അതല്ലെങ്കിൽ കേശപാശ ധൃത പിഞ്ചിക വിതതി സന്തിലൻ മകരകുണ്ടല ഹാരജാല വനമാലികാ ലളിതം അങ്കരാഗ ഘന സൗരഭം പീതചേല ധൃത കാഞ്ചി കാഞ്ചിത മുദഞ്ചത അംശുമണി നൂപുരൻ രാസകേളി വരഭൂഷണം തവരൂപം ഈശ കലയാമഹേ, ഹേ ഈശ കലയാമഹേ. ഇതൊക്കെ നമ്മുടെ സന്ദ്ര അനന്ത അവബോധാത്മകം ഉള്ളിൽ കാണാൻ പറ്റും.
ഭട്ടതിരിപ്പാട് ഇതെല്ലാം ഉള്ളിൽ കണ്ടുകൊണ്ടാണ് എഴുതിയത്. അപ്പം ഈ നമുക്ക് ധ്യാനം എന്ന് പറയുന്നത് ആശയത്തെ, അർത്ഥത്തെ അക്ഷരങ്ങളിലൂടെ ബോധ്യപ്പെടുത്തപ്പെടാവുന്ന ഒരു ചിത്രത്തെ ഉള്ളിൽ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന അവസ്ഥ ധ്യാനം. അപ്പോൾ ധ്യാനവും സമാധിയുമെല്ലാം ഒരേ സമയത്ത് പ്രാപിക്കാൻ സംയമിയായ ഒരാൾക്ക് സാധ്യമാണ്. ഒരു വസ്തുവിനെ മാത്രം ഏകാഗ്രതയോടെ ഓർമ്മിക്കുന്നത് ധാരണയാണ്. ഏകാഗ്രതയോടെ ഓർമ്മിക്കുക, അതിന് ധാരണ എന്ന് പറയും. ദൃശ്യമായ വസ്തുവും കാണുന്ന വസ്തു, ദ്രഷ്ടാവും കാണുന്നയാൾ മാത്രമാകുന്നത് ധ്യാനം, വേറൊന്നുമില്ല അവിടെ. അതാണ് ധ്യാനാവസ്ഥ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ എന്ന് പറയുമല്ലോ. മറ്റൊരു പ്രതീതിയും അവിടെ ഉണ്ടാവുകയില്ല ഈ ധ്യാനത്തിൽ. ഈ രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ, വസ്തുവും താനും. ഏത് വസ്തു? ദൃശ്യവസ്തു. ദൃശ്യം എങ്ങനെ? സങ്കല്പാതുപജായത, സങ്കല്പം. ദൃശ്യവസ്തുവും താനും ഒന്നായി ലയിച്ചു എന്ന ഒരു പ്രതീതി. ആ പ്രതീതിയിലേക്ക് ധ്യാനം മാറുമ്പോൾ അത് സമാധിയായി. അപ്പോൾ ധ്യാനമെന്ന് പറയുന്നത് വസ്തുവും ദ്രഷ്ടാവും മാത്രമാകുമ്പോൾ ഉള്ള തോന്നലാണത്. ആ അവസ്ഥയാണ് ധ്യാനം. മറ്റൊരു പ്രതീതിയും അവിടെ ഉണ്ടാവുകയില്ല. ദൃശ്യവസ്തുവും താനും ഒന്നായി ലയിച്ചു എന്ന പ്രതീതി. പരനും ഭവാനും ഒന്നല്ലേ എന്നുള്ളൂർ പറഞ്ഞതുപോലെ, പരനും ഭവാനും ഒന്നാണ്. ഒരാളും ഞാനും നീയും ഒക്കെ അഹം ബ്രഹ്മാസ്മി എന്ന ആശയം, എല്ലാം ഞാൻ തന്നെയാണ്. ഈശ്വരൻ തന്നെയാണ് ഞാനും, ഞാൻ തന്നെയാണ് ഈശ്വരനും, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം, ഞാൻ തന്നെയാണ് ഈ വസ്തു, ഞാൻ തന്നെയാണ് അവൻ, ഇവൻ, മറ്റവൻ. ഇതല്ല, അവനും ഇവനും ഞാനും അടങ്ങുന്നതെല്ലാം, അതും ഇതും എല്ലാം അടങ്ങുന്ന ഒന്ന്. അപ്പം ആ പ്രതീതി ജനിക്കുമ്പോൾ സമാധിയായി. ഈ മൂന്ന് അവസ്ഥകളും ഏതൊക്കെ? ധാരണ, ധ്യാനം, സമാധി. ആരിലാണോ ഉണ്ടാവുന്നത് അയാളാണ് ശരിയായ സ്ഥിതപ്രജ്ഞനായിരിക്കാൻ യോഗ്യതയുള്ള ആൾ. ഈ സംയമിയെ സംബന്ധിച്ചിടത്തോളം ഭോഗ്യം അനുഭവിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ, ഭോഗ്യങ്ങളായ എത്ര വസ്തുസഞ്ചയം ഉണ്ടായാലും, എന്തെല്ലാം കാര്യങ്ങൾ, ധാരാളം വസ്തുക്കൾ അങ്ങനെ ഉണ്ടായാലും, ഏതെല്ലാം വസ്തുക്കൾ എങ്ങനെയെല്ലാം കിട്ടിയാലും ബ്രഹ്മജ്ഞൻ, സ്ഥിതപ്രജ്ഞനായ ആൾ, ആ ബ്രഹ്മജ്ഞൻ അതിലൊന്നും അല്പം പോലും ഇളകുകയില്ല. ആപൂര്യമാണ് അചലപ്രതിഷ്ഠം സമുദ്രമാപ എന്ന മട്ടിലാണ് അദ്ദേഹം. നാനാ വഴികളിലൂടെ എങ്ങനെയെല്ലാം വെള്ളം വന്നെത്തിയാലും സമുദ്രത്തിന് അനക്കമില്ലല്ലോ, ഒരനക്കമില്ല. ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രം ആപഹ എന്ന മട്ടിൽ എവിടുന്നെല്ലാം വെള്ളം ഇരച്ചെത്തട്ടെ, ശക്തിയായിട്ട് എത്തിയാലും സമുദ്രത്തിന് യാതൊരു അനക്കവും ഇല്ലാത്തതുപോലെ വിഷയ സാമീപ്യത്തിൽ ഇളക്കം വരാതെ ബ്രഹ്മനിഷ്ഠനായ യോഗി വിദേഹ കൈവല്യം, ദേഹത്തോട് താല്പര്യമില്ലാതെ കൈവല്യം പ്രാപിക്കുന്നു. സ്ഥിതപ്രജ്ഞനായിരിക്കുന്ന ഒരാൾക്ക് മോക്ഷത്തിന് അർഹത നേടാൻ എങ്ങനെ കഴിയുമെന്നും അങ്ങനെ നേടുന്നതിലൂടെ എല്ലാ കർമ്മങ്ങളിൽ നിന്നും അകന്ന് ഈശ്വരത്വത്തിലേക്ക് വന്നു ചേരുകയോ ലയിച്ചു ചേരുകയോ ചെയ്യുകയാണ് സംഭവിക്കുന്നതെന്നും ഭഗവാൻ സൂചിപ്പിക്കുന്നതിലൂടെ ആർക്കും പ്രാപിക്കാൻ കഴിയാത്ത ഒരവസ്ഥയെ പ്രാപനീയമായ നില എങ്ങനെ കൈവരിക്കാമെന്ന് അർജുനനോട് സൂക്ഷിച്ച് ഉപദേശിക്കുകയാണ് കൃഷ്ണൻ ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആശയങ്ങൾ ദിവ്യങ്ങളായിരിക്കുന്നത്. ഏതെന്നാണോ ദുഷ്പ്രാപമായുള്ളത് അതിനാണ് ശ്രേഷ്ഠത്വം എല്ലാവരും കൽപ്പിക്കുന്നത്. അപ്രാപമല്ല, അപ്രാപ്യമല്ല, ദുഷ്പ്രാപമാണ്. ദുഃഖിച്ചാൽ മാത്രം പ്രാപിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് അത്. എപ്പോഴും എല്ലാ തരത്തിലുള്ള സുഖാവസ്ഥകൾക്ക് പിന്നിലും ഒരു വലിയ ദുഃഖത്തിൻ്റെ ചരിത്രം ഉണ്ടാകുമല്ലോ, അതെവിടെയുമുണ്ട്.
ആത്മസാക്ഷാത്കാരത്തിനുമുണ്ട്. ശാരീരികവും മാനസികവുമായ ധാരാളം പരിപീഡനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരാൾക്ക് മാത്രമേ മറ്റാർക്കും പ്രാപിക്കാൻ കഴിയാത്തതോ വിഷമമുള്ളതോ ആയ പരമമായ ഈ നിർവേദാവസ്ഥയിലേക്ക്, മോക്ഷാവസ്ഥയിലേക്ക്, ബ്രഹ്മജ്ഞ പദത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യമാവുകയുള്ളൂ അർജുന എന്ന് സൂചിപ്പിക്കുകയാണ് ഭഗവാൻ ഇവിടെ വളരെ യുക്തിപൂർവം. നമസ്കാരം.